പയ്യന്നൂരിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തേടി UDF. കാസർഗോഡ് നിന്നുള്ള ബാലകൃഷ്ണൻ പെരിയയെ മത്സരിപ്പിക്കുന്നത് പാർട്ടിയുടെ സജീവ പരിഗണനയിൽ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാസർഗോട്ടെ എൻട്രി പോലെ ബാലകൃഷ്ണൻ പെരിയയെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പയ്യന്നൂരിൽ പരീക്ഷിക്കുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയിലെ ചർച്ച. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ പേരും പരിഗണനയിലുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ തൊടുത്തുവിട്ട ഫണ്ട് തിരിമറി ആരോപണത്തോടെ ഇടതുകോട്ടയായ പയ്യന്നൂരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ടി.ഐ. മധുസൂദനൻ തന്നെ LDF സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ ഉറപ്പാണ്. വി കുഞ്ഞികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മനംമാറ്റാൻ UDF നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിലും നടന്നില്ലെങ്കിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നതാണ് UDFിലെ ചർച്ച. KPCC സെക്രട്ടറിയായിരുന്ന ബാലകൃഷ്ണൻ പെരിയയാണ് പാർട്ടി പ്രധാനമായും പരിഗണിക്കുന്നത്. തീപ്പൊരി പ്രാസംഗികനായ ബാലകൃഷ്ണൻ പെരിയയ്ക്ക് CPMനെ സമ്മർദ്ദത്തിൽ ആക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഫണ്ട് വിവാദം ശക്തമായി ഉയർത്തിത്തന്നെയാകും പയ്യന്നൂരിലെ UDFിന്റെ പോരാട്ടം. കാസർകോട്ടെ പ്രധാന കോൺഗ്രസ് നേതാവായ ബാലകൃഷ്ണൻ പെരിയയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും തമ്മിൽ സ്വരച്ചർച്ചയിലല്ല. ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ പാർട്ടി നേരത്തെ സസ്പെൻഷൻ നടപടിയും സ്വീകരിച്ചിരുന്നു. നടപടി പിൻവലിച്ചതോടെ ബാലകൃഷ്ണൻ പെരിയ വീണ്ടും പാർട്ടിയിൽ സജീവമാണ്. പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് ഉദുമയിൽ ബാലകൃഷ്ണൻ പെരിയയെ പരിഗണിക്കാൻ സാധ്യതയില്ല. കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് അദ്ദേഹത്തെ പരിഗണിക്കുന്നതാണ് ഉചിതമെന്ന വിലയിരുത്തലാണ് KPCCയും. ഈ സാഹചര്യത്തിലാണ് ബാലകൃഷ്ണൻ പെരിയയെ പയ്യന്നൂരിൽ പരിഗണിക്കുന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസാണ് പയ്യന്നൂരിൽ പരിഗണനയിലുള്ള ജില്ലയിലെ നേതാവ്. ഷമ്മാസിന് മിക്കവാറും സീറ്റ് ഉറപ്പാണ്. പയ്യന്നൂർ ഇല്ലെങ്കിൽ തലശ്ശേരിയാവും ഷമ്മാസിനെ പരിഗണിക്കുക. കണ്ണൂർ സീറ്റിലടക്കം ഷമ്മാസിന്റെ പേരുണ്ട്. KSUവിനും യൂത്ത് കോൺഗ്രസിനും തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം എല്ലാ ജില്ലകളിലും നൽകണമെന്ന് AICCയും നിർദ്ദേശിച്ചിട്ടുണ്ട്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.